ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഒരുപാട് നമ്മുടെ നാടുകളിലുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളിലൂടെ ഇടപെടുന്ന ആളുകളാണ് മിക്കവാറും. എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ പിന്നിലായിരിക്കും അങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉണ്ടാക്കി തീർക്കുക പലപ്പോഴും. അതൊന്നുകിൽ ഒരു ആനന്ദത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രൂപത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കല്ലേ, പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് ഉണ്ടാക്കല്ലേ എന്ന് പറയും. എന്നിട്ട് ഒരു ഒത്തുചേരലും പിന്നെ ഒരു മാനം കാണാം. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കൂട്ടായ്മ, അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി ആ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് നമ്മുടെ സ്കൂൾ മുറ്റത്ത് അല്ലെങ്കിൽ കോളേജിൻ്റെ മുറ്റത്ത് നമുക്കൊന്ന് കൂടാം. അതാ കൂടുന്നതോടുകൂടി അതിൻ്റെ പിന്നെ മിക്കവാറും ആ ഒരു കഴിഞ്ഞു. ഞങ്ങളൊരു 5 വർഷം മുമ്പേ നമ്മുടെ മനസ്സിൽ വന്ന ഒരു ആശയം, അതിലിപ്പം പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാപരമായിരിക്കുന്നൊരു വിഷയം പറയുകയാണെങ്കിൽ വ്യത്യസ്ത സംഘടനകളിലാണ് നമ്മൾ ഓരോരുത്തരുണ്ടാവുക. അത് സ്വാഭാവികമാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കണ്ടീഷനും കൂടെയാണ്. മതസംഘടനകളും ഭൗതിക സംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. അവരിൽ നിന്നൊക്കെ നല്ലതായിട്ടുള്ളതും അതല്ലാത്തതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് വിചാരിച്ച് മാത്രം ഇടപെടുന്ന കുറേ സാഹചര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ഉൾപ്പെടുത്തി, എന്നാൽ താല്പര്യമുള്ളവർക്ക് മാത്രം സ്വയം സന്നദ്ധത കാണിച്ച് ചേരാവുന്ന രൂപത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്, ജാമിയയിലെ ടീം സ്വലാഹി എന്ന് പറഞ്ഞിട്ട്. അതുണ്ടാക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ വയനാട് ദുരന്തവും ഫസ്റ്റ് വയനാട് പിന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട് നഷ്ടപ്പെടുന്നു, ഭാര്യയും കുടുംബവും നഷ്ടപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ആളുകൾക്ക് അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ഇതുണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അതിൻ്റെ ഒരു പിന്നിൽ നിന്നുള്ളൊരു ചിന്തയാണ് പിന്നെ ഇവിടെ നമ്മൾ ഇടവണ്ണ ജാമ്യയിൽ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള കുറേ ആളുകൾക്ക് ഇങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കുറേ പ്രായമുള്ള ആളുകൾ, നമ്മളെ മുൻകാല പിന്നെ വിദ്യാർത്ഥികൾ, ജാമ്യയുടെ വിദ്യാർത്ഥികൾ, നമ്മളെ പൂർവികരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് വലിയ കുടുംബമാവാം, പെൺകുട്ടികളുണ്ടാവാം, ഉമ്മയും വാപ്പയൊക്കെ അസുഖമായിട്ട് കിടക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് സ്വന്തമായൊരു വീടില്ലാത്ത, അല്ലെങ്കിൽ ഉള്ള വീട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പൊളിഞ്ഞു പോകുന്ന രൂപത്തിലൊക്കെയുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അത്തരം ആളുകളെ നമുക്കൊന്ന് സെലക്ട് ചെയ്തുകൂടാ? ഇപ്പോൾ തീരെ വീടില്ലാത്തവർ, അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തമായൊരു പ്രയത്നം കൊണ്ട് വീടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് നമുക്ക് തോന്നുന്ന, അതായത് അള്ളാൻ്റെ തീരുമാനം വേറെ ആയിരിക്കാം, നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ ആളുകൾ അത്തരം ആളുകൾ നമുക്ക് മുന്നിൽ കാണുന്നു. ഇനി അവർക്ക് വീട് വെച്ച് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് വീട് എന്നൊരു സ്വപ്നം എന്തായാലും പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ വാടക കെട്ടിടത്തിലേക്ക് മാറും, വാടക കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു ആശയമാണ്, നമുക്കെന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ? സംഘടനകൾ ഏതുമാവട്ടെ, വ്യത്യസ്ത 2, 3, 4 സംഘടനയായിട്ട് അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സമയത്ത് സംഭവിച്ചതായിരിക്കാം. അതിൽ ഹൈറുണ്ടാവാം, ഇല്ലാതിരിക്കാം. അത് നമ്മൾ ചിന്തിക്കണം. ആ ഭാഗമല്ല പറയണത്. ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീടില്ലാത്ത നമ്മുടെ പൂർവികരായിട്ടുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ, പൂർത്തീകരിച്ചവരാവട്ടെ, ജാമ്യ പൂർത്തീകരിക്കാൻ മുഴുവൻ പഠിക്കാൻ കഴിയാത്തവരാകട്ടെ, അവർക്ക് നമുക്ക് എന്തുകൊണ്ട് ഒരു വീട് പിന്നെ ഉണ്ടാക്കി കൊടുത്തുകൂടാ? അപ്പോൾ ഒരു ആശയം വെക്കണമല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ വെക്കണമല്ലോ. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഉരുത്തിരിഞ്ഞൊരു ചിന്തയിൽ നിന്നുണ്ടായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ 1-2 ആളുകളുടെ വർത്തമാനത്തിലുണ്ടായ ഒരു കാര്യമാണ്, ഒരു സ്വലാഹി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു മാസത്തിൽ ഒരു 200 രൂപ അതിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസത്തെ മീൻ വാങ്ങുന്ന പൈസ ഉണ്ടാവില്ല, മനസ്സിലായല്ലോ. മത്തിക്ക് വരെ വില ഉള്ള സമയമാണ് ഇപ്പം. അപ്പോൾ 200 രൂപ നമ്മൾ നമ്മുടെ ഒരു പിന്നെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപാഠിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ സുഹൃത്തിന് അവൻ്റെ വീടുണ്ടാക്കാൻ, അപ്പോൾ 200 രൂപ കൊണ്ട് ഒരിക്കലും ഒരു വീടുണ്ടാവില്ലല്ലോ, എന്നാൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു 200 രൂപ തരികയാണെങ്കിൽ ഒരു വീടുണ്ടാക്കാം എന്ന ഒരു പിന്നെ ടൈറ്റിൽ നിങ്ങളുടെ 200 രൂപ ഒരു വീടിന് വിലയുണ്ട്. ഒരു മാസത്തിൽ ഒരു 200 രൂപ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 1400 രൂപ നമുക്കെന്ത് ചെയ്യും, പിന്നെ 2400 രൂപ ഒരു നമ്മുടെ ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും 12 മാസം, ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക്. അത് നമ്മൾ ചുരുക്കിയിട്ട് 2000 ആക്കാം. ഒന്നുകിൽ ഒരു വർഷം 2000 രൂപ, അല്ലെങ്കിൽ ഒരു മാസം 200 രൂപ ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങി ഒരു 500 ആൾ സഹകരിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ലക്ഷം രൂപ സമാഹരിക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട്. 10 ലക്ഷത്തിൻ്റെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കിട്ടുന്ന ആളാരാണോ
അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തിന് കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ ആശ്വാസമാണ്. അത് നമ്മൾ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളുണ്ടാവും. എല്ലാവരും സഹകരിക്കുമോ, കാരണം ഇതിന് മുമ്പിൽ നിൽക്കുന്നവൻ ആരാണ് എന്ന് നോക്കിയിട്ടായിരിക്കും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നമ്മൾ സ്വയം സന്നദ്ധരാകുന്ന ആളുകൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം എന്ന് പറയുന്ന ഗ്രൂപ്പിന് ലിങ്ക് അയച്ചു കൊടുക്കുന്നു. അവർ ഇതൊരു നല്ല ആശയമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഗ്രൂപ്പ് വലുതാകുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് അന്ന് 600 ആളാണ് ഒരു ഗ്രൂപ്പിൽ ചേരാൻ പറ്റുന്നത്. 250 ഫസ്റ്റ്, പിന്നെ 600 വാട്സപ്പ്, പിന്നെ 1000 ആളുകളെ ചേർക്കുന്ന രൂപത്തിലേക്കായി. ഇപ്പോൾ അതൊരു 4 ഗ്രൂപ്പായിട്ട് വാട്സാപ്പിൽ ടീം സലാഹി. അതിൽ സംഘടനാപരമോ അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും ഇതിൽ കൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആദ്യത്തെ തീരുമാനം അതാണ്. പിന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന ആശയങ്ങളൊക്കെ നമുക്കതിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ രോഗ ചികിത്സയോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തൊക്കെ വേണമെങ്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഇതൊരു പ്രസ്ഥാനത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ മേലിൽ വരാവുന്ന കാര്യവും ആകില്ല. ഇതൊരു പൊതു സാധനമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ എപ്പോഴാണോ ഇത് നമുക്ക് നിർത്താൻ തോന്നുന്നത് നിർത്താം സ്വതന്ത്രമായിട്ട്. ആ രൂപത്തിൽ നമ്മളത് തുടങ്ങി. ഫസ്റ്റ് നമ്മൾ ഒരു വീട് പ്രഖ്യാപിച്ചു. ഒരു 7 മാസത്തിൻ്റെ ഉള്ളിൽ വീടായി. അത് ഭയങ്കര നമുക്കൊരു ഇൻസ്പയറായി, ഭയങ്കര താല്പര്യമായി. അടുത്ത വർഷം 2021 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണത്. 2022 ആയപ്പോൾ നമുക്ക് 2 വീട് തുടങ്ങാനുള്ളത്. അതായത് വീടില്ലാത്തവരെ നമ്മൾ വീണ്ടും കണ്ടു തുടങ്ങി. അപ്പോൾ 2 വീട് നമ്മൾ ഏറ്റെടുക്കുകയും 2022-23 ആയപ്പോഴേക്കും ആ 2 വീടിൻ്റെയും പൂർത്തീകരണം സാധിക്കുകയും ചെയ്തു. 24 വീട്, 25. അപ്പം ഈ 26 നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ഇന്നലെ 5 വീട് നമ്മൾ പൂർത്തീകരിച്ചു. 5ാമത്തെ വീട് പൂർത്തീകരിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെയ്തൊരു പ്രവർത്തനത്തെ എടുത്ത് പറഞ്ഞ് അതിൻ്റെ ഒരു പ്രതിഫലം നഷ്ടപ്പെടുത്താൻ വേണ്ടി വ്യക്തി ചെയ്തതല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അത്തരം ഒരു കൂട്ടായ്മകളിലൂടെയൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യം ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കി കൊടുക്കുക എന്നൊരാശയം നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാവും. ചിലപ്പോൾ എവിടെയെങ്കിലും 1-2 വീട് അതോടെ തീരും. അതെ. പക്ഷെ ഇതിൻ്റെ പ്രയോക്താക്കളും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശരിക്കും അത് ചെയ്യേണ്ടവരും അത്തരം ദീനീ ബോധം കിട്ടിയിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് ആളുകളാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഗുണം ഇതിനുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഇതിൽ 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, ഒരു ക്രൗഡ് ഫണ്ടിങ് വേണ്ട. അതായത് നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ അധ്വാനം കൊണ്ട്, അഥവാ ഒന്നുകിൽ ഇപ്പം നിങ്ങൾക്ക് ജോലിയോ കാര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ വാപ്പാൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അനിയൻ്റെ അടുത്തുനിന്നോ ചേട്ടൻ്റെ അടുത്തുനിന്നോ ആ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മളുടെ മാത്രം കൈകളിലൂടെ വരുന്ന ആ ഒരു പൈസ കൊണ്ട് നമ്മുടെ ഒരു സഹപ്രവർത്തകനോ അല്ലെങ്കിൽ സഹപാഠിക്കോ ഒക്കെ ഒരു വീട് വെച്ച് കൊടുക്കുക എന്നൊരാശയം 5 വീട് കഴിഞ്ഞു. 6ാമത്തത് ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. 6ാമത്തത് ഇന്നലത്തെ തീരുമാനം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു ഒക്ടോബർ ആകുമ്പോഴേക്കും അതിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇതൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ ഇതേപോലെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ശ്രോതാക്കളിലുണ്ടാവും. കുടുംബ ഗ്രൂപ്പുകളിലോ ഇങ്ങനെയൊക്കെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നവരോ ആരെങ്കിലും ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവരിലേക്ക് സഹകരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും എന്നുള്ളതാണ്. പല പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ സംഘടനാപരമായിരിക്കുന്ന വൈജാത്യങ്ങളെ ഇതിലേക്ക് കൂട്ടിപ്പിടിക്കാൻ കഴിയാത്ത ചില സമയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഓരങ്ങളിലേക്ക് തള്ളി മാറ്റി. നമ്മൾ പല പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഇവനാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, ഒരു കാരണവശാലും അത് സഹകരിക്കാൻ പാടില്ല എന്നാൽ ആ ഒരു കുടുസായ ചിന്തയുള്ള ഒരു ഇതിലുണ്ടാവാം. അപ്പോൾ അവരെ ആ ഒരു ബെഞ്ചിലിരുത്തിയാൽ മതി, അവരെ പിന്നാലെ നമ്മൾ പോകാതിരുന്നാൽ മതി എന്നൊരു ചിന്തയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു ദിവസം അത് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനതൊരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം.